എല്ലാവർക്കും V4 ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4440 വെച്ചിട്ടുള്ള IC വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ബോർഡാണ്. സാധാരണ ഒരു 8 ഇഞ്ചിൽ വൂഫറിലേക്ക് കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ബോർഡാണിത്. ഇതിൻ്റെ വയറിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോ നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഈ ബോർഡുകൾ നമ്മൾ സർവ്വസാധാരണയായിട്ട് നമുക്ക് 2.1 ആംപ്ലിഫയർ, അതായത് വണ്ടികളിലേക്കുള്ള 2.1 ആംപ്ലിഫയറിലേക്കാണ് ഈ ബോർഡുകൾ ഇപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബോർഡിൽ തന്നെ ഒരു ICയിൽ 2 ആംപ്ലിഫയർ ഉണ്ട്. ആ 2 ആംപ്ലിഫയർ ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഒറ്റ ആംപ്ലിഫയറാക്കി മാറ്റിയിരിക്കുന്നത്. അതായത് ഒരു ICയിൽ വേണമെങ്കിൽ നമുക്ക് 2 ആംപ്ലിഫയർ കിട്ടുമെന്നാണ് പറയണത്. അങ്ങനെ 2 IC വെച്ചിട്ടുള്ള ഒരു ബോർഡാണിത്. ഇതിൽ 2 സെക്ഷൻ, ഈ സെക്ഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫയർ സെക്ഷനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബാസ് ട്രിപ്പിൾ സെക്ഷനാണ്. അതായത് ബാസ് ട്രിപ്പിൾ ബോർഡും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അഡീഷണൽ ബാസ് ട്രിപ്പിൾ ബോർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ USB ബോർഡിലേക്ക് വേണ്ടിയിട്ട് ഒരു റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് വയറിങ് പറഞ്ഞത് നമ്മൾ ഈ 4440ലേക്ക് ഒരു ഇൻപുട്ട്, അതേമാതിരി തന്നെ സ്പീക്കറിലേക്ക് 2 ഔട്ട്പുട്ട്, അങ്ങനെ 2 ആംപ്ലിഫയറിലും ഉള്ളത്. പിന്നീടാണ് ബാസ് ട്രബിൾ, അതേമാതിരി ബാസും ട്രബിളും കൺട്രോള് അതോടെ കൊടുത്തിട്ടുണ്ട്. ബാസ് ട്രബിളെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് വയറിങ് ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഒരു ഇൻപുട്ട്, USB എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഇൻപുട്ടെന്ന് ഉണ്ടാവും, അതിൽ എഴുതിയിട്ടുണ്ട്. ചിലതിൽ എഴുതിയിട്ടുണ്ടാവില്ല. അതേമാതിരി തന്നെ ബാസ് ട്രബിളിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് ഇതാണ്. നേരെ വോളിയം കൺട്രോൾ വഴി ആംപ്ലിഫയറിലേക്ക് പോകും. ഇനി നമുക്ക് നേരെ വയറിങ് തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ബാസ് ട്രബിൾ വയറിങ് ആണ് ചെയ്യണത്. അതിനായിട്ട് നമ്മൾ അതേ റിബൺ വയർ എടുത്തിട്ടുണ്ട്. 2 സെറ്റ് റിബൺ വയർ എടുത്തിട്ടുണ്ട്. അതിൽ 3 6 വയറുകളുണ്ട്. അല്ല, 3 6 വയറുകളുണ്ട്. പിന്നെ നമ്മൾ ഈ ബോർഡ് നോക്കുകയാണെങ്കിൽ ഉള്ളിലാണ് ട്രബിളിൻ്റെ സെക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ട്രബിളിൻ്റെ വയറിങ് ചെയ്യാം. ഈ സോൾഡറിങ് ചെയ്യുമ്പോൾ നന്നായി പെർഫെക്റ്റായിട്ട് ചെയ്യുക, അപ്പുറത്തെ ഇപ്പുറത്തെ ഷോർട്ടാവാത്ത രീതിക്ക്. അപ്പോൾ നമ്മളത് ട്രബിളിൻ്റെ വയറിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്ലാക്കും ഈ ഗ്രീനും പറഞ്ഞാണ് ഹൈ. അതേമാതിരി തന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ റെഡും ഓറഞ്ചും എന്ന് പറയുന്നതാണ് ലോ എന്ന് പറയുന്നത്. നമ്മളൊരു 3 വോളിയം കൺട്രോൾ എടുത്തിട്ടുണ്ട്. 1 ബാസ്, 1 ട്രിബിള്, 1 വോളിയം. ഈ പിന്നെ നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് വോളിയം കൺട്രോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 2 പിന്നാണ് ഹൈ എന്ന് പറഞ്ഞ പോയിൻ്റ്. അതേമാതിരി ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ 2 പോയിൻ്റാണ് ലോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ട്രബിൾ കൂട്ടുമ്പോൾ കുറവ് കാണിക്കും, ട്രബിൾ കുറയ്ക്കുമ്പോൾ കൂടുതൽ കാണിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെയും 2 എൻഡിലത്തെ വയറുകൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വോളിയം കൺട്രോൾ ഈ വയറിൽ സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. അതിനായിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്തിട്ട് ഇൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ഹൈ എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡാണ്. അപ്പോൾ നമ്മളത് ആ ഗ്രീൻ വയർ എടുത്തിട്ട് അതിൽ സോൾഡർ ചെയ്യണം. പിന്നെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, അവിടെ യെല്ലോ കൊടുത്തു.
അതേമാതിരി തന്നെ ഓറഞ്ച് വയർ അപ്പുറത്ത് സോൾവ് ചെയ്തു. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. അതേമാതിരി തന്നെ മറ്റേ സെക്ഷനും അതേമാതിരി സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ട്രിബിളിൻ്റെ വയറിങ് കഴിഞ്ഞു. വേണ്ട നല്ല പെർഫെക്റ്റായിട്ട് സോൾട്ടിങ് ചെയ്യുക, ഷോർട്ട് ആവാണ്ട്. അതല്ലെങ്കിൽ പിന്നീട് ഇരട്ടിപ്പണിയാവും. അടുത്തായിട്ട് നമുക്ക് ബാസിൻ്റെ വയറിങ് ചെയ്യാം, സോൾഡറിങ് ചെയ്യാം. അത് നമ്മൾ ട്രിബിളിൻ്റെ ചെയ്ത പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ സെക്ഷൻ തന്നെയാണ് ഹൈയും ലോ ആയിട്ട് വരിക. അപ്പോൾ അതേമാതിരി കറക്റ്റായിട്ട് നമുക്ക് സോൾഡറിങ് ചെയ്യാം. ഇനി നമുക്കത് വോളിയം കൺട്രോളിലേക്ക് സോൾഡർ ചെയ്യാം. അതിനായിട്ട് നമുക്കിത് സോൾഡർ ചെയ്ത് ടിൻ ചെയ്യാം. ഇപ്പോൾ അതേ നമ്മൾ ബാസിൻ്റെ കൺട്രോള് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് വരിക അതിൻ്റെ വയറിങ്. അടുത്തായി നമ്മൾ വോളിയം കൺട്രോളാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വോളിയം കൺട്രോളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലത്തെ എന്ന് പറയുന്നത് ഈ 2 പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്കത് മടക്കിയിട്ട് അത് ഒരു കോമൺ ആക്കിയിട്ട് ഒരു പോയിൻ്റാക്കി മാറ്റാം. അതേമാതിരി തന്നെ നമ്മൾ ഇത് ഗ്രൗണ്ട്, ഈ സെൻട്രലത്തെ എന്ന് പറയുന്നതാണ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്. അതേപോലെ തന്നെ ഈ തെറ്റത്തെ എന്ന് പറയുന്നതാണ് നമ്മുടെ ബാസ് ട്രിബിളിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത്. അത് ഈ തെറ്റത്തേക്കാണ് ബാസ് ട്രിബിളിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ സെൻട്രലിലേക്ക് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇന്ന്, ഇത് ഗ്രൗണ്ട്, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മളത് കൊടുക്കാനായിട്ട് നമ്മളിതൊരു 5 വയർ എടുത്തിട്ടുണ്ട്. 5 വയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാക്ക് ഗ്രൗണ്ടായിട്ടും പിന്നെ ഈ 2 എണ്ണം നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ടും ഇത് ബാസ് ട്രിബിളിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് വയർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് വയർ നമ്മൾ ആദ്യം ഗ്രൗണ്ടിലേക്ക് സോൾഡർ ചെയ്യാൻ പോവാണ്. സോൾഡർ ചെയ്യുന്നു. നമ്മൾ ചില ആംപ്ലിഫയർ ഈ പറഞ്ഞ മാതിരി നമ്മൾ വോളിയം കുറയ്ക്കുന്ന സമയത്തൊക്കെ ഒരു മൂളിച്ചൊക്കെ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൗണ്ട് പ്രോപ്പറായ സ്ഥലത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മളിത് ഇവിടെ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇത് ഇൻപുട്ടാണ്, ആംപ്ലിഫയറിൻ്റെ ആ ഇൻപുട്ട് സോൾഡർ ചെയ്യാം. ഒന്നാമത്തെ ഇൻപുട്ട് സോൾഡർ ചെയ്ത് നമ്മൾ ഈ രണ്ടാമത്തെ ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് സോൾഡർ ചെയ്യാം. നമ്മൾ വയറിങ്ങൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുക. മാക്സിമം അതിൻ്റെ ഹമ്മിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പം നമുക്കത് രണ്ടാമത്തെ വയർ നമ്മൾ സോൾഡർ ചെയ്യുന്നു. അടുത്തായി നമ്മൾ ബാസ് ട്രിബിളിൻ്റെ വയറിങ്ങാണ് ചെയ്യണത്. അതിനായിട്ട് നമുക്ക് യെല്ലോ ഓറഞ്ച് 2 വയറുകളുണ്ട്. നമ്മളത് കറക്റ്റ് നീളത്തിന് വയറുകൾ കട്ട് ചെയ്യുക. ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ചിലയിൽ ഔട്ട്പുട്ടൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഈ ബാസ് ട്രിബിളിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് കപ്പാസിറ്റർ വഴിക്കാണ് ഔട്ട്പുട്ട് വരിക. അത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അവിടെ സർക്യൂട്ട് എൻഡായി ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ബാസ് ട്രിബിളിൻ്റെ ഔട്ട്പുട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് വയറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ബാസ് ട്രിബിളിൻ്റെ 2 ഔട്ട്പുട്ട്, അതുപോലെ ആംപ്ലിഫയറിൻ്റെ 2 ഇൻപുട്ട്, ഒരു ഗ്രൗണ്ട്, ഇങ്ങനെ ചെയ്യണത്. നമുക്ക് വോളിയം കൺട്രോളിലേക്ക് കൊടുക്കാം. ഇത് ഗ്രൗണ്ട്, ഇത് ഇൻപുട്ട്, ഇത് ബാസ് ട്രിബിളിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ അത് ഒന്ന് ടിൻ ചെയ്തിട്ട് നമുക്ക് സോൾഡറിങ് ചെയ്യാം. ഇപ്പം നമ്മളിത് വോളിയം കൺട്രോൾ എടുത്തു. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ടുള്ള പോയിന്റിലേക്ക് കൊടുക്കുന്നത്, ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ അത് സോൾഡർ ചെയ്തു. അടുത്തായിട്ട് ഇൻപുട്ടുകളാണ്. ഈ 2 ഇൻപുട്ടുകളും വോളിയം കൺട്രോളിൻ്റെ ഈ സെൻറ്ററിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം.
ഇനി നമ്മളവിടെ ബാസ് ട്രിബിളിൻ്റെ ഔട്ട്പുട്ട് സോൾഡർ ചെയ്യണം. അത് ഇങ്ങനെയാണ് നമ്മുടെ വോളിയം കൺട്രോൾ സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ അങ്ങനെ കഴിഞ്ഞു. അടുത്തായിട്ട് ചെയ്യാൻ പോണത് നമുക്ക് ഈ സ്പീക്കറുടെ ഔട്ട്പുട്ട് എടുക്കാനുള്ള വയറിംഗ് ആണ്. അതിനായിട്ട് നമ്മളിത് ഒരു 4 വയർ എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം വെച്ചിട്ട് ഓരോ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കണം. ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ IC-യുടെ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഔട്ട്പുട്ട് പിന്നുകൾ ഏതാണെന്ന്. അപ്പം ഇനി നമുക്ക് സ്പീക്കർ ഔട്ട്പുട്ടുകൾ സോൾഡർ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടുകൾ സോൾഡർ ചെയ്തെടുത്തു. ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ചെങ്കിൽ നമുക്ക് ഈ 5 വോൾട്ടും അതേമാതിരി USB എന്നുള്ള ഒരു ഇൻപുട്ട് കൊടുക്കാനുള്ള വയറുകളാണ് സോൾഡർ ചെയ്യണത്. നമുക്കിത് ഇവിടെ 5 വോൾട്ട് ഉണ്ട്. ആ 5 വോൾട്ടും നമുക്ക് ഇൻപുട്ടും കൊടുക്കാനായിട്ട് നമുക്ക് ഇത് ഒരു 5 വയറുണ്ട്. അതിലെത്തിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ നമ്മുടെ റെഗുലേറ്റർ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേകം പോസിറ്റീവ് നെഗറ്റീവും ശ്രദ്ധിക്കുക. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ USB ബോർഡ് അടിച്ചു പോകും. അപ്പോൾ അത് പറഞ്ഞിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇൻപുട്ട് സോൾഡർ ചെയ്യാം. ഇൻപുട്ടിലേക്ക് 3 വയറുണ്ട്. ഒന്ന് ലെഫ്റ്റ്, ഒന്ന് റൈറ്റ്, ഒന്ന് ഗ്രൗണ്ട്. അങ്ങനെയാണ് 3 വയറുകൾ വരുന്നത്. അപ്പോൾ അത് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടുകളും സോൾഡർ ചെയ്തെടുക്കാം. അതിൽ നമ്മൾ ഗ്രൗണ്ടും പോസിറ്റീവും പ്രത്യേകം നോട്ട് ചെയ്യുക. ഏത് വയറുകളാണ് ഗ്രൗണ്ടിലേക്ക് കൊടുക്കണമെന്നും അതേമാതിരി ഏതാണ് പോസിറ്റീവിലേക്ക് കൊടുക്കണമെന്നും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു 4440 ഈ ബോർഡിൽ വരുന്നത്. അതായത് ഒരു വോളിയം കൺട്രോള്, ഒരു ബാസ്, ഒരു ട്രബിള്, ഒരു സ്പീക്കർ ഔട്ട്പുട്ട്, അതേമാതിരി USB കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ USB-യുള്ള സപ്ലൈ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതൊരു ആംപ്ലിഫയർ ചെയ്യണതിൻ്റെ ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാരണം ഇനി ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു അടുത്ത വീഡിയോ ആയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.